കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ 30 റൺസിനാണ് പരാജയപ്പെട്ടത്. ഇവിടെ ഹോം ടെസ്റ്റിൽ ഇന്ത്യ വലിയ തകർച്ചയാണ് നേരിടുന്നത്. കഴിഞ്ഞ 6 മത്സരങ്ങളിൽ ഹോമിൽ നടന്ന 6 മത്സരങ്ങളിൽ വെറും വിരലിൽ എണ്ണാവുന്ന മത്സരം മാത്രമാണ് വിജയം കണ്ടത്. അതായത് വെറും 2 മത്സരങ്ങളിൽ മാത്രമാണ് ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അത് വെസ്റ്റ് ഇൻഡീസായിട്ടും മാത്രമാണ് 2 മത്സരം മാത്രം ജയിച്ചത്. ഈ 4 മത്സരങ്ങളിൽ ഇന്ത്യക്ക് തോൽവിയായിരുന്നു നേരിട്ടത്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക എന്നീ ടീമുകളോട് ഇന്ത്യക്ക് പരാജയം മാത്രമായിരുന്നു നേരിടേണ്ടി വന്നത്. മണ്ണിൽ ഗൗതം ഗംഭീറിന് കോച്ചായി സ്ഥാനക്കയറ്റം കിട്ടിയപ്പോൾ പറയാനുള്ള 4 ജയം മാത്രം. വെസ്റ്റ് ഇൻഡീസിനെതിരെ 2 ജയം, അതുപോലെ ഇംഗ്ലണ്ടിൽ പോയി 2-2 സമയമല്ല. അത് മാത്രമാണ് ഗംഭീറിൻ്റെ പേരിൽ ഉള്ളത്. ഇതോടെ ഗംഭീർ യുഗത്തിൽ ഇന്ത്യയുടെ റെഡ് ബോൾ ഭാവിയും തുലാസിലാണ്. 10 വർഷത്തിൽ ഇന്ത്യ 53 ഹോം ടെസ്റ്റാണ് കളിച്ചത്. അതിൽ 8 എണ്ണത്തിൽ മാത്രമാണ് ഇന്ത്യ തോൽവി അറിഞ്ഞത്. ഇതിൽ 4 തോൽവികളും ഗംഭീർ പരിശീലനായി എത്തിയതിന് പിന്നാലെയാണ്. കഴിഞ്ഞ 1 വർഷം കൊണ്ടാണ് ഈ 4 ടെസ്റ്റും തോറ്റത്. മുമ്പ് രാഹുൽ ദ്രാവിഡ് കോച്ചായിരുന്ന സമയത്ത് 3 വർഷങ്ങൾക്ക് ഇടയിലാണ് ഇന്ത്യ ഒരു മത്സരം തോറ്റത്. രവിശാസ്ത്രി, കോഹ്ലി കാലഘട്ടങ്ങളിൽ 4 വർഷത്തിൽ 1 ടെസ്റ്റ് മാത്രമാണ് ഇന്ത്യ തോറ്റത്. ഈ അവശേഷിക്കുന്ന 1 മത്സരം സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള ഇന്ത്യ തോറ്റാൽ ഗംഭീർ യുഗത്തിൽ പൂർണ്ണമായും ഇന്ത്യ ടെസ്റ്റിൽ പരാജയമാണ് എന്ന് പറയേണ്ടി വരും. വർഷങ്ങളായി ഇന്ത്യ പിന്തുടർന്നു വരുന്ന ഹോം സീരീസ് ഡോമിനേഷൻ ഗംഭീർ യുഗത്തിൽ അവസാനിക്കുന്നു എന്ന് പറയേണ്ടി വരും. തോൽവിക്ക് പിന്നാലെ ഗംഭീറിനെ വിമർശിച്ച് പല താരങ്ങളും രംഗത്ത് വന്നിരുന്നു. മുൻ താരങ്ങൾ, പ്രത്യേകിച്ച് സൗരവ് ഗാംഗുലി. ഗംഭീറിന് ഉപദേശം നൽകിയത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതേസമയം വൈറ്റ് ബോളിൽ ഗംഭീർ മികച്ച പ്രകടനമാണ് സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിൽ നടത്തുന്നത്. അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കായിക വാർത്തകൾ നിങ്ങളെ തേടിയെത്താൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കാത്തിരിക്കുക. നന്ദി.